കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തവൻ ഈ ലോകത്ത്, എന്നാൽ കണ്ണുകളെ നിയന്ത്രിക്കുന്നവൻ. പ്രപഞ്ചത്തിലെ ഓരോ ചെടിയും മരവും കല്ലും മൺതരിയും ആകാശലോകങ്ങളിലെ താരസമൂഹങ്ങളടക്കം എല്ലാം വിളിച്ചോതുന്നു ഒരു സൃഷ്ടാവിന്റെ നാമം. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. മൂത്ത മകളാണ് സൈനബ് റളിയല്ലാഹു അൻഹാ. ഉമ്മ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടെ പിതാവിനെ അറിയുന്ന മോള് സൈനബ് ബിവിയും പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അബുൽ ആസ് ഇബ്നു റബീഅ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ സൈനബ് ബീവി പറഞ്ഞു, അബുൽ ആസേ, നിങ്ങളറിഞ്ഞോ എൻ്റെ ഉപ്പ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് നബുവത്ത് ലഭിച്ചിരിക്കുന്നു, അവര് പ്രവാചകരായിരിക്കുന്നു, ഞാനൊരു മുസ്ലിമച്ചാണ് എന്ന് മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹാ തന്റെ ഭർത്താവിനോട് പറഞ്ഞു. അബുൽ ആസേ, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നുവോ? അദ്ദേഹത്തിന്റെ ഈഗോ അവിടെ വർക്കൗട്ടായി. എൻ്റെ ഭാര്യ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ഞാൻ ചെയ്യുന്നത് മോശമല്ലേ? പറഞ്ഞു, ഞാനില്ല. പക്ഷേ മുസ്ലിമായ ഒരു ഭാര്യ അല്ലെങ്കിൽ മുസ്ലിമായ ഒരു ഭർത്താവ് ഒരു കാഫിറത്തിന്റെ കൂടെയോ മുസ്ലിമച്ചായ ഒരു പെണ്ണ് ഒരു കാഫിറിന്റെ കൂടെയോ ജീവിക്കുന്നത് ഹറാമാണ് എന്ന നിയമം അന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ്. രണ്ട് മക്കളുണ്ടവർക്ക്, ഒന്ന് ഉമാമ റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് അലി റളിയല്ലാഹു അൻഹു. ഒരു കൊച്ചു അലിയുണ്ട് അവർക്ക്. നബി തങ്ങളുടെ മുത്താപ്പയുടെ മകൻ അലി ഇബ്നു അബീ ത്വാലിബ്, അത് വേറെ അലിയാണ്. പക്ഷേ സൈനബ് ബീവിക്ക് ഒരു അലി എന്ന മോനുണ്ട്, ഉമാമ എന്ന മോളുണ്ട്. ആ മോളെയൊക്കെ നബി തങ്ങൾ നിസ്കാരത്തിൽ കയ്യിലെടുത്തുകൊണ്ട് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മോൾ തന്റെ ഭർത്താവിനോട് പലപ്പോഴും ചോദിച്ചു. അബുൽ ആസ് ഇബ്നു റബീഅ നല്ല ബുദ്ധിമാനിയാണ്, നല്ല അറിവുള്ള ആളാണ്, അറബ് സാഹിത്യം അറിയുന്ന ആളാണ്. ചോദിക്കുമായിരുന്നു, അബുൽ ആസേ, അവർ നല്ല സ്നേഹത്തിലാണ്, പിരിയാൻ ഒരിക്കലും അവർക്ക് ആഗ്രഹമില്ല. അബുൽ ആസേ, എന്റെ പിതാവിന്റെ ഗുണം എത്രയാണെന്ന് എന്നെ പോലെ അതിലേറെയോ അറിയുന്ന ആളല്ലേ നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ളവരും. ആ വിശുദ്ധ വചനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിരൂപിക്കുവാനോ കുറ്റം പറയാനോ അല്ലെങ്കിൽ ന്യൂനതയുണ്ടെന്ന് പറയാനോ നിങ്ങൾക്ക് കഴിയുമോ? എത്ര മനോഹരമാണ് ഖുർആനിന്റെ വചനങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വന്നജ്മി ഇദാ ഹവാ വമാ ضل صاحبكم وما غوى وما ينطق عن الهوى ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. വളരെ മനോഹരമായി വിശുദ്ധ ഖുർആൻ സൈനബ് ബീവി ഓതിക്കൊടുക്കും. തന്റെ ഭർത്താവിന്റെ മനസ്സിൽ എവിടെയോ ധർമ്മവും സത്യവും നബിയുടെ കൂടെയുണ്ട് എന്ന് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് മന്ത്രിക്കുന്നുണ്ട്. പക്ഷേ ഈഗോ കാരണം, ചെറിയൊരു അഹങ്കാരം കാരണം തീരുമാനം ഒരിക്കലും മാറ്റിയില്ല. താൻ അവിശ്വാസത്തിൽ തന്നെ തുടരുന്നു. ബദർ യുദ്ധം നടക്കാൻ പോവുകയാണ്. മദീനയിലേക്ക് അവര് താമസം മാറിയിട്ടുണ്ട്. ബദർ യുദ്ധം നടക്കാൻ പോകുമ്പോ സൈനബ് ബീവി ദുആ ഇറക്കുമായിരുന്നു, റബ്ബേ, ഒരു യുദ്ധമെങ്ങാനും നടക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് എൻ്റെ നബിയാണ്, എൻ്റെ ഉപ്പയാണ്, മറുഭാഗത്ത് എൻ്റെ പുതിയാപ്പിളയാണ്, അവിടെ യുദ്ധം ചെയ്യുക. അല്ലാഹു, ഒന്നുകിൽ എൻ്റെ ഉപ്പയെ എനിക്ക് നഷ്ടമാകും, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് എനിക്ക് നഷ്ടമാവും, ഞാൻ ഒരു വിധവയാകും. അല്ലാഹുവേ, ഒരു യുദ്ധമുണ്ടാവരുതേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു സൈനബ് ബീവി. പക്ഷേ അല്ലാഹുവിന്റെ നിയമം, പടച്ചതമ്പുരാന്റെ തീരുമാനങ്ങൾ നടപ്പിലാവുകയാണ്. പുണ്യ റസൂലിനെയും മദീനയിൽ നിൽക്കുന്ന സ്വഹാബികളെയും തുരത്തിയോടിക്കാൻ മക്കയിൽ നിന്ന് വന്ന 1000-ലേറെ വരുന്ന സൈന്യം, അവരുമായി നേരിട്ട യുദ്ധമാണ്. മക്കയിൽ നിന്ന് ഒരുപാട് ദൂരത്തും മദീനയിൽ നിന്ന് ഒരു 100-120 കിലോമീറ്റർ അകലെയും മാത്രം നിൽക്കുന്ന ബദർ എന്ന് പറയുന്ന സ്ഥലം, അവിടെ വെച്ച് നടന്ന യുദ്ധമല്ലേ റമളാൻ 17 നടന്ന ബദർ യുദ്ധം. ബദർ യുദ്ധം നടക്കുന്ന സമയം സൈനബ് ബീവി മക്കയിലാണ്. ബീവി മദീനത്തേക്ക് വന്നിട്ടില്ല, ബീവി ഹിജ്റ ചെയ്തിട്ടില്ലെന്ന്. ബീവി റളിയല്ലാഹു അൻഹ മക്കയിലാണ് 2 മക്കളോടൊപ്പം. യുദ്ധം നടന്നു കഴിഞ്ഞപ്പോൾ ബീവി മക്കക്കാരോട് ചോദിച്ചു, മാദാ ഫഅല അബീ, എൻ്റെ ഉപ്പ എന്താണ് ചെയ്തത്? എൻ്റെ ഉപ്പയുടെ അവസ്ഥ എന്താണ്? എൻ്റെ ഉപ്പാക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അവർ പറഞ്ഞു, ഇല്ല,
നിന്റെ ഉപ്പയും അനുയായികളും ആ യുദ്ധം വിജയിച്ചു. അത്ഭുതമായിരുന്നു അത്. പിന്നെ ചോദിച്ചു, മാദാ ഫഅല സൗജി, എന്റെ ഭർത്താവിന്റെ അവസ്ഥ എന്താണ്? അത്രക്ക് സ്നേഹമായിരുന്നു ഭർത്താവിന് ഇങ്ങോട്ടും സൈനബ ബീവിയെ അത്രക്ക് ഇഷ്ടമായിരുന്നു. നിന്റെ ഭർത്താവിനെ അവര് യുദ്ധത്തടവുകാരനായി പിടിച്ചിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം തോറ്റുപോയ സൈന്യത്തിന്റെ ഭാഗമായി ഇതിന്റെ പേരിൽ ജയിച്ച സൈന്യം തോറ്റുപോകുന്ന സൈന്യങ്ങളെ യുദ്ധത്തിന്റെ തടവുകാരായി പിടിക്കും. അവർക്ക് മോചനദ്രവ്യം കൊടുത്താലാണ് അവരെ വിട്ടയക്കുന്നത്. അങ്ങനെ സൈനബേ, നിന്റെ ഭർത്താവ് അബുൽ ആസ് ഇബ്നു റബീഅ അവിടെ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. മഹദിയുടെ മനസ്സിൽ വേദനയായി. ഖുറൈശികൾ ഓരോരുത്തരെയും മോചിപ്പിക്കാൻ വേണ്ടി മോചനദ്രവ്യങ്ങൾ മക്കയിൽ നിന്ന് കൊടുത്തുവിടും, സമ്പത്ത്. അങ്ങനെ ഓരോരുത്തരെയും അവരെ മോചിപ്പിക്കും. സൈനബ് ബീവിയെ വിവാഹം ചെയ്ത പുതിയ പിളയല്ലേ, എങ്ങാനും മനസ്സ് മാറിയാലോ എന്ന് വിചാരിച്ച് ഖുറൈശികൾ അബുൽ ആസ് ഇബ്നു റബീഅനെ മോചിപ്പിക്കാനുള്ള ഒരു പൈസയും കൊടുത്തുവിട്ടില്ല. അത് സൈനബ് ബീവിക്ക് വിഷമമായി. ബീവി റളിയല്ലാഹു അൻഹ കഴുത്തിലണിഞ്ഞിരുന്നൊരു മാലയുണ്ട്. ആ മാല മദീനത്തേക്ക് കൊടുത്തയച്ചു. തന്റെ ഭർത്താവ് അബുൽ ആസ് ഇബ്നു റബീഅനെ മോചിതരാക്കാനുള്ള പണമായിട്ട് കൊടുത്തയച്ചു, റാൻസം ചെയ്യാനായിട്ട്. അല്ലാഹുവിന്റെ ഹബീബ് നിസ്കാരം കഴിഞ്ഞാൽ മദീന പള്ളിയുടെ മുറ്റത്ത് വരും. ഓരോരുത്തരെ മോചിപ്പിക്കാൻ കൊടുത്തുവിട്ട മോചനദ്രവ്യം ഹബീബിനെ കാണിക്കും. തങ്ങൾ പറയും, അവരെ വിട്ടയച്ചോളൂ. ഓരോരുത്തരുടെ പേര് വായിക്കും. ആരുടെയൊക്കെ മോചനദ്രവ്യമാണോ വന്നത് അവരെ വിട്ടയക്കും. അക്കൂട്ടത്തിൽ 5 പൈസ പോലും വാങ്ങിക്കാതെ, ഒരു ചില്ലിക്കാശ് പോലും വാങ്ങിക്കാതെ അവരിൽ ഒരുപാട് ആളുകൾ നബി തങ്ങൾ മോചിപ്പിച്ചിട്ടുണ്ട്. ആ 70-ൽ അതിന് നബി തങ്ങൾ ഡിമാൻഡ് വെച്ചത്, എൻ്റെ സ്വഹാബികളിൽ 10 പേർക്കെങ്കിലും എഴുതാനും വായിക്കാനും അറബ് ഭാഷ എഴുതാനും വായിക്കാനും നിങ്ങൾ പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെ ഞാൻ മോചിപ്പിക്കാം. അറബ് ഭാഷ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചാൽ അത് മതി, പിന്നെ പൈസ വേണ്ട, നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. അങ്ങനെ മോചനം കൊടുത്ത ആളുകൾ വേറെയും. അങ്ങനെ ഹബീബിന്റെ കയ്യിലൊരു മാല വന്നു. ആ മാല എടുത്തു നബി തങ്ങൾ. എന്നിട്ട് ചോദിച്ചു, ഇതാർക്ക് വേണ്ടി കൊടുത്തയച്ചതാണ്? അവർ പറഞ്ഞു, നബിയേ, ഇത് അബുൽ ആസ് ഇബ്നു റബീഅനുള്ളതാണ്. ആ മാല നോക്കുമ്പോൾ ഹബീബിന്റെ കണ്ണുകൾ നനഞ്ഞു. അവിടുത്തെ ആദ്യത്തെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആരുടെ കൂടെയാണോ നബി തങ്ങൾ വൈവാഹിക ജീവിതം ആരംഭിച്ചത്, 25 വയസ്സുള്ള നബി 40 വയസ്സുള്ള വിധവയായ ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്തില്ലേ? ആ ബീവിയോടൊപ്പം 24 25 കൊല്ലത്തോളം ജീവിച്ച് ഹബീബിനെക്കാളും 15 വയസ്സ് മുതിർന്ന മഹദി, നബിക്ക് മുമ്പ് വിവാഹം ചെയ്യപ്പെട്ട മഹദി, വിധവയായ മഹദി ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹ. എൻ്റെ ഖദീജ എന്ന് പറയുന്ന നബി, ഖദീജ ബീവിയുടെ അനുജത്തി ഹാല ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് മദീനയുടെ ഹബീബിന്റെ വീടിന്റെ പരിസരത്ത് വന്ന് സലാം പറയുമ്പോ ഹാല ഹാല എന്ന് പറഞ്ഞ് നബി ഞങ്ങൾ എഴുന്നേറ്റ് ഓടുകയാണ്. ആയിഷ ബീവി ചോദിച്ചു, നബിയെ എന്ത് പറ്റി? ദക്കറതിനി ഖദീജ, ഹാലയുടെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ ഖദീജയെ ഓർമ്മ വന്നു എന്ന് നബി തങ്ങൾ. അത്രക്ക് സ്നേഹമായിരുന്നു ബീവിയോട് റളിയല്ലാഹു അൻഹാ. ആ മാലയാണെങ്കിലോ ഖദീജ ബീവി സൈനബ് റളിയല്ലാഹു അൻഹയുടെ കല്യാണം നടക്കുമ്പോൾ തൻ്റെ മകൾക്ക് സമ്മാനമായി ഉമ്മ കൊടുത്ത മാലയായിരുന്നു ആ മാല. പുണ്യനബി ആ മാലയിലേക്ക് നോക്കി. തങ്ങൾക്കത് മനസ്സിലായി പെട്ടെന്ന്. തങ്ങൾ പറഞ്ഞു, സ്വഹാബികളെ, ഇതെന്റെ മരുമകൻ, എൻ്റെ മകളുടെ ഭർത്താവ് അബുൽ ആസ് ഇബ്നു റബീഅനെ മോചിപ്പിക്കാൻ വേണ്ടി എൻ്റെ മകൾ മക്കയിൽ നിന്ന് കൊടുത്തുവിട്ട മാലയാണ്. നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഇതെന്റെ ഖദീജയുടെ കഴുത്തിൽ കിടന്ന മാലയാണ്. അത് മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ്, വിശ്വാസിനികളുടെ മാതാവാണ് ഖദീജ റളിയല്ലാഹു അൻഹ. നിങ്ങളുടെ ഉമ്മയുടെ കഴുത്തിൽ കിടന്ന മാലയാണ്. ഈ മാല ഞാൻ സ്വീകരിക്കുന്നില്ല. ഇതെന്റെ സൈനബിനെ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ് അബുൽ ആസ് ഇബ്നു റബീഅനെ ഞാൻ മോചിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിരോധമുണ്ടോ? അവരൊക്കെ പറഞ്ഞു, റസൂലേ, സമഅൻ വത്വാഅ, അങ്ങെന്ത് പറഞ്ഞുവോ അതാണ് നബിയെ ഞങ്ങൾക്ക് ഒരു ഇലാഖ്, അങ്ങയുടെ തൃപ്തിയാണ് നബിയെ ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് മറ്റൊന്നും അഭിപ്രായമില്ല. അങ്ങനെ അബുൽ ആസ് ഇബ്നു റബീഅ നബി തങ്ങൾ വിളിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം.
അബുൽ ആസ് ഇബ്നു റബീഇനെ മോചനം കൊടുത്തിട്ട് അരികത്തേക്ക് വിളിച്ചു. സ്വഹാബികൾ ആരും കാണാതെ ഒരു മതിലിന്റെ മറവിൽ കൊണ്ടുപോയി തന്റെ മകനോട് നബി തങ്ങൾ ഒരു സ്വകാര്യം പറഞ്ഞു. ആ സ്വകാര്യം ഇങ്ങനെയായിരുന്നു: അബുൽ ആസ് ഇബ്നു റബീഅ്, ഈ മാല സൈനബിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുക. അബുൽ ആസ് ഇബ്നു റബീഅ്, ഇന്നല്ലാഹ അമറനി അൻ നുഫർരിഖ ബൈനൽ മുസ്ലിമത്തി വൽ കാഫിർ. അബുൽ ആസ് ഇബ്നു റബീഅ്, നീ കാഫിറും എൻ്റെ മകൾ സൈനബ് മുസ്ലിമത്തുമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമം ഇറങ്ങിയിട്ടുണ്ട്. ഒരു മുസ്ലിമത്തായ പെണ്ണിന്റെ കൂടെ ഒരു കാഫിറായ പുരുഷന്, അല്ലെങ്കിൽ മുസ്ലിമായ പുരുഷന്റെ കൂടെ കാഫിറത്തായ ഒരു പെണ്ണിന് ഭാര്യയായി ജീവിക്കാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ മോൾ സൈനബിനെ എന്നെ ഏൽപ്പിക്കുമോ? മദീനയിലേക്ക് അവളെ പറഞ്ഞയക്കുമോ? ഒന്നും ചിന്തിക്കാതെ അബുൽ ആസ് തങ്ങൾ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, എൻ്റെ ഇഷ്ടപ്പെട്ട ഭാര്യയാണ്, എൻ്റെ മക്കളുടെ ഉമ്മയാണ്. പക്ഷേ നിങ്ങളുടെ നിയമം അങ്ങനെയാണെങ്കിൽ, എൻ്റെ മോളെ മദീനയിലേക്ക് ഞാൻ പറഞ്ഞേക്കണമെന്നങ്ങ് പറയുകയാണെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ് നബിയെ, ഞാൻ പറഞ്ഞേക്കാം. കഥയറിയാതെ ഭർത്താവിന്റെ മോചനവും കാത്ത് ഉറങ്ങാതെ ഉറക്കമിളച്ചു നിൽക്കുന്ന മോള് മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബീവിയുടെ ജ്യേഷ്ഠത്തി, ഉമ്മു കുൽസൂം ബീവിയുടെ, റുഖയ്യ ബീവിയുടെ ജ്യേഷ്ഠത്തി, ഏറ്റവും മുതിർന്ന മോള് മക്കയിൽ കാത്തിരിക്കുകയാണ്. അബുൽ ആസ് ഇബ്നു റബീഅ് ഒരു പകലിൽ മദീനയിൽ നിന്ന് മോചിതനായി ഓടി വരുന്നു. തന്റെ ഭർത്താവിനെ സ്വീകരിച്ച് കെട്ടിപ്പിടിച്ചവർ കരഞ്ഞു. എന്നിട്ട് സൈനബ് റളിയല്ലാഹു അൻഹ അബുൽ ആസ് ഇബ്നു റബീഇനോട് ചോദിച്ചു, മൽ ഖബർ, എന്താണ് മദീനയിൽ നിന്നുള്ള വിവരം, എന്താണ്? അബുൽ ആസ് ഇബ്നു റബീഅ് മറുപടി കൊടുത്തു, സൈനബേ, സന്തോഷമുള്ളൊരു കാര്യമുണ്ട്, എന്നാൽ ദുഃഖമുള്ളൊരു കാര്യവുമുണ്ട്. സന്തോഷമുള്ളത് ഞാൻ മോചിതനാണ്, ദുഃഖമുള്ളത് നിന്റെ കൂടെ ഇനി ജീവിക്കാൻ എനിക്ക് പാടില്ല എന്ന് നിന്റെ ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തേ കാരണം? ഞാൻ മുസ്ലിമല്ലല്ലോ, നീ മുസ്ലിമത്താണ്. ഇന്നല്ലാഹ അമറനി അൻ നുഫർരിഖ ബൈനൽ മുസ്ലിമത്തി വൽ കാഫിർ എന്ന് നിന്റെ ഉപ്പ എന്നോട് പറഞ്ഞു. നിന്നെ മദീനത്തേക്ക് അയക്കാൻ എന്നോട് ഏൽപ്പിച്ചിട്ടുണ്ട്. സൈനബ് റളിയല്ലാഹു അൻഹ കരയാൻ തുടങ്ങി. ആ നിമിഷം മുതൽ പിന്നെ അവർ തൊലി ചേർന്ന് നിന്നിട്ടില്ല, വിട്ടുനിന്നു. അബുൽ ആസ് ഇബ്നു റബീഅ് വിശ്വാസി ആയിരുന്നില്ലെങ്കിലും ഇസ്ലാമിന്റെ നിയമങ്ങളെ ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു. അങ്ങനെ ഉണ്ടാവും കുറെ ആളുകൾ, അവർ മുസ്ലിം ഒന്നും ആയിരിക്കില്ല, പക്ഷെ വാങ്ക് വിളിക്കുമ്പോൾ അവർ മിണ്ടാണ്ടിരിക്കും, മടക്കുത്ത് വെച്ച് ഇത് അഴിച്ചിരിക്കും, അവർ ബഹളം ഉണ്ടാക്കൂല. വാങ്ക് വിളിക്കുമ്പോൾ ശാന്തമായിരിക്കും. അവർക്കറിയാം ഇത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്, അതിനെ അലങ്കോലപ്പെടുത്തരുത്. അവർ വിശ്വാസികളൊന്നും ആയിരിക്കണമെന്നില്ല. അബുൽ ആസ് ഇബ്നു റബീഅ് സൈനബിനോട് പറഞ്ഞു, സൈനബേ റളിയല്ലാഹു അൻഹയോട്, ഇൽഹഖീ ബിവാലിദിക്, നിന്റെ പിതാവിന്റെ അരികത്തേക്ക് പോയിക്കോ, മദീനത്തേക്ക് പോയിക്കോ. അങ്ങനെ രണ്ട് മക്കളെയും കൊണ്ട് ഹബീബിന്റെ മോൾ സൈനബ് റളിയല്ലാഹു അൻഹ മദീനയിലേക്ക് വരികയാണ്. ആ യാത്രയിലുടനീളം സൈനബ് ബീവി ചോദിച്ചു, അബുൽ ആസേ, എൻ്റെ ഈ രണ്ട് പിഞ്ചു മക്കളെയും എന്നെയും വേണ്ടെന്ന് വെക്കാൻ മാത്രം അവിശ്വാസം മതിയോ നിങ്ങൾക്ക് കൂട്ടിന്? ഒന്ന് ഇസ്ലാം സ്വീകരിച്ചുകൂടെ? നിങ്ങൾക്ക് ഞങ്ങളെയും എന്നെയും എൻ്റെ മക്കളെയും വേണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? അതിലും വലുതാണോ നിങ്ങളുടെ അവിശ്വാസം? അതിലും വലുതാണോ നിങ്ങളുടെ അന്ധവിശ്വാസങ്ങൾ? അബുൽ ആസേ, ഞങ്ങളുടെ കൂടെയുള്ള ജീവിതത്തെക്കാളും വലുതാണോ നിങ്ങളുടെ ഈ ആവേശത്തോടുകൂടെ കൊണ്ടു നടക്കുന്ന അവിശ്വാസമെന്ന് സൈനബ് റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ മൗനിയായി നിന്ന് അവിശ്വാസത്തിൽ തന്നെ നിലകൊള്ളുന്ന അബുൽ ആസ് ഇബ്നു റബീഅ് ഹബീബായ നബിയുടെ അരികത്തേക്ക് മോളെ കൊണ്ട് ചെന്ന് ആക്കി കൊടുത്തു. മദീനയിൽ അബുൽ ആസ് തിരിച്ചു പോന്നു. വർഷങ്ങൾക്ക് ശേഷം 6 വർഷം കഴിഞ്ഞു. 6 വർഷം ഇവർ രണ്ടുപേരും പിന്നെ കാണുന്നില്ല, കണ്ടിട്ടില്ല. 6ാമത്തെ വർഷം ഫലസ്തീനിലേക്ക് ഒരു യാത്ര പോയി അബുൽ ആസ് ഇബ്നു റബീഅ് തിരിച്ചു വരുമ്പോ ഒരു കച്ചവട സംഘത്തെ ആംബുഷ് ചെയ്യേണ്ട ഒരു ഘട്ടമുണ്ടായി. ഇവിടെ മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സ്വഹാബികൾ ആ കച്ചവട സംഘത്തെ മദീനയിൽ കൊണ്ടുവന്നു. അവരുടെ സമ്പത്ത്, മുസ്ലിമീങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ചതായിരുന്നു. അതുകൊണ്ട് അബുൽ ആസ് ഇബ്നു റബീഅ് നേതൃത്വം നൽകിയിരുന്ന കച്ചവട സംഘം മദീനയിലേക്ക് വഴിതിരിച്ചു വിടേണ്ടി വന്നു. മദീനയിൽ വന്നു. മദീനയുടെ പരിസരത്ത് അവരെ മുഴുവനും അവരെ നിർത്തുകയാണ് ഉണ്ടായത്.
അല്ലാഹുവിന്റെ ഹബീബ് പോയി നോക്കും, കൂട്ടത്തിൽ തന്റെ മരുമകനുണ്ട് അബുൽ ആസ് ബിൻ റബീഅ. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, എൻ്റെ ഭാര്യയായ സൈനബ്, എൻ്റെ മക്കളായ അലിയും ഉമാമയും, നബിയേ എൻ്റെ മക്കളെ ഞാനൊന്ന് കണ്ടോട്ടെ. മക്കളെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോകുമ്പോ സൈനബ് ബീവി ചോദിച്ചു, അബുൽ ആസേ ഇനിയും സമയമായിട്ടില്ലയോ? ആരാണ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി തങ്ങൾ ആരാണെന്നറിയാൻ ഇനിയും സമയമായില്ലേ? ഈ നിരന്തരമായ ചോദ്യങ്ങൾ, സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഇടപെടലുകൾ. ഒരു ഭാര്യയെ കൊണ്ട് നന്നാവുന്ന എത്ര ഭർത്താക്കന്മാർ, ഭർത്താവിനാൽ നന്നാവുന്ന എത്രയോ ഭാര്യമാർ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. സൈനബ് ബീവിയുടെ വാക്കുകളാണ് അബുൽ ആസ് ബിൻ റബീഅന്റെ ചിന്തകളെ മാറ്റിമറിച്ചത്. വീണ്ടും ചോദിച്ചു, അബുൽ ആസ്വേ എത്ര സ്നേഹത്തോടെ കഴിഞ്ഞവരാണ് നമ്മൾ, എത്ര സന്തോഷത്തോടെ ജീവിച്ചവരായിരുന്നു നമ്മൾ. ആ നമ്മുടെ ജീവിതത്തെ കലർത്തിക്കളഞ്ഞത്, കലക്കിക്കളഞ്ഞത്, ഇല്ലായ്മ ചെയ്തത് നിങ്ങളുടെ അവിശ്വാസമല്ലേ? എന്നെയും എൻ്റെ മക്കളെയും വേണ്ടെന്ന് വെക്കാൻ മാത്രം വലുതാണോ നിങ്ങളുടെ കുഫർ എന്ന് ചോദിച്ചു സൈനബ് റളിയല്ലാഹു അൻഹ. അപ്പോഴും അതിന് മറുപടിയില്ല. മഹാനായ അഷ്റഫുൽ ഹൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകനായി അന്ന് വിവാഹമോചിതനായി നിൽക്കുന്ന സമയം മഹാനായ അല്ലാഹുവിന്റെ ഹബീബിന് വേദനയുണ്ട്. തന്റെ മകൾ ഒറ്റയ്ക്കാണ് സൈനബ് ബീവി റളിയല്ലാഹു അൻഹ. അങ്ങനെ ഒരു ദിവസം ഹബീബിന്റെ മുമ്പിൽ വരുന്നു അബുൽ ആസ് ബിൻ റബീഅ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്ന് ആദ്യമായി അമ്മോശനെ വിളിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഒരാളുടെയും നിർബന്ധത്തിന് വഴങ്ങാതെ, ഒരാളുടെയും സ്വാധീനത്തിന് വഴങ്ങാതെ, ആരുടെയും പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ വർഷങ്ങളായി 6 കൊല്ലമായി ഒരുങ്ങി കാണാൻ പോലും കഴിയാതെ ജീവിച്ച ഒരു ജീവിതം ഇനി ഒരുമിക്കാൻ പോവുകയാണ്. റസൂലേ, ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നു. ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല, ആരും എന്നെ പ്രലോഭിച്ചതുകൊണ്ടുമല്ല, എൻ്റെ ഭാര്യയുടെ പ്രലോഭനമല്ല ഇത്, എൻ്റെ ഭാര്യ എന്നിൽ ചെലുത്തിയ ചില ചിന്തകളാണിത്. എനിക്ക് ബോധ്യപ്പെട്ടു അങ്ങയുടെ കൂടെയുള്ളത് സത്യമാണ്, അങ്ങയുടെ കൂടെയുള്ളത് ധർമ്മമാണ്. ഏകദൈവ വിശ്വാസമല്ലേ അങ്ങ് ലോകത്തോട് പറയുന്നത്? അതിന് പകരമായി ഒരു ചില്ലി കാശ് പോലും അങ്ങ് ആളുകളോട് ചോദിക്കുന്നില്ലല്ലോ. ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന അങ്ങ് പ്രയാസങ്ങൾ മുഴുവനും തരണം ചെയ്യുന്നത് ജനങ്ങൾക്ക് തൗഹീദിന്റെ ആശയം കൈമാറാൻ വേണ്ടിയല്ലയോ? അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അങ്ങനെ സൈനബ് റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലേക്ക് തന്റെ ഭർത്താവ് അബുൽ ആസ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവായി തിരിച്ചു വന്നു. പക്ഷേ ആ വരവിന് അധികം ദൈർഘ്യമുണ്ടായില്ല. സൈനബ് റളിയല്ലാഹു അൻഹ 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും വഫാത്തായി. തന്റെ ഭാര്യയുടെ വിയോഗം സഹിക്കാൻ കഴിയാതെ, ആ സ്നേഹം വേണ്ടുവരുവോളം വേണ്ടെടുത്തോളം കിട്ടാതെ, ദാഹം തീരാതെ നിന്ന ഭർത്താവ് സൈനബ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോഴേക്കും അബുൽ ആസ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവും ലോകത്തോട് വിട പറഞ്ഞു. നമ്മൾ ആലോചിക്കേണ്ടത്, ശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വചനം, ഇത് സത്യമാണ്, ധർമ്മമാണ് എന്ന് ബോധ്യപ്പെടാൻ ചില ആളുകൾക്ക് സമയമെടുക്കും. ചില ആളുകൾക്കത് പെട്ടെന്നാണ്. ചില ആളുകൾക്ക് ഒരുപാട് സംശയങ്ങൾ നിവാരണം ചെയ്യേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കണമേ, അറിയണമേ, അല്ലാഹുവിന്റെ വചനങ്ങളെ അറിയണമേ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്ബോധനം ചെയ്യുന്നതിൻ്റെ ആ ഒരു സത്ത ഉൾക്കൊള്ളാൻ ചില ആളുകൾക്ക് സമയമെടുത്തു. എന്നാൽ അതിൻ്റെ കാരണക്കാരായി വർത്തിച്ചത് അവരവരുടെ വീടുകളിൽ കഴിയുന്ന സഹധർമ്മികളായി കഴിയുന്ന ഭാര്യമാർ, ഉമ്മമാർ, സഹോദരിമാർ, അവരുടെ വാക്കുകളിലൂടെ ഉണ്ടായ ഫലനം, അതിന്റെ സ്വാധീനം വലുതായിരുന്നു. പറയുന്നത് ആർക്കാരിലൂടെയാണ് ഹിദായത്തിന് കാരണമാവുക എന്ന് പറയാൻ കഴിയില്ല. നമ്മൾ ഓരോരുത്തരും വലിയൊരു സാധ്യതയുടെ മുമ്പിലാണ്. അതുകൊണ്ട് ഒരു അവസരം വന്നുവിടുമ്പോൾ അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. നമ്മളെ കൊണ്ട് ആരെങ്കിലും ഒരാൾ നന്നാവുകയാണെങ്കിൽ ഈ ലോകം കിട്ടുന്നതിനേക്കാളും ഖൈറതാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ
سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇവിടുത്തെ ഹദറത്തിലേക്ക് അള്ളാഹു നമ്മുടെ സ്വലാത്തുകൾ എത്തിച്ചു കൊടുക്കട്ടെ. അതിൻ്റെ പുണ്യവും വെളിച്ചവും അള്ളാഹു നമ്മുടെ മനസ്സിലും ജീവിതത്തിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലൊക്കെ അള്ളാഹു നൽകട്ടെ. എല്ലാ ഷർറുകളിൽ നിന്നും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ശൈത്വാനിയും ഇൻസിയും അർദിയും സമാവിയുമായ എല്ലാവിധ ഫിത്നകളിൽ നിന്നും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉമ്മുന, നമ്മുടെ ഉമ്മയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ആലിമത്താണ്, പണ്ഡിതയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അത്വാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു അടക്കം മുസ്ലിം ഇബ്നു യസാർ എന്നവരടക്കം പ്രഗത്ഭരായ താബിഈങ്ങൾ മഹദിയിൽ നിന്ന് കേട്ടുപഠിച്ച എത്രയോ ഹദീസുകളുണ്ട്, ഫിഖഹിന്റെ മസ്അലകളുണ്ട്. ഒരു 18 വയസ്സ് വരെ ഹബീബിന്റെ കൂടെ നടന്ന ഒരു കുസൃതി കാലമേ നമുക്ക് ആയിഷ ബീവിയും തങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിൽ നമുക്ക് ഹദീസിൽ കാണുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും 40 വയസ്സ് വരെ ജീവിച്ച് 60 വയസ്സ് വരെ ജീവിച്ച് വഫാത്തായ മഹദിയാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. 60 വയസ്സേണ്ട വഫാത്താകുന്നത്. നമ്മൾ 18 വയസ്സ് വരെയുള്ള ഹദീസേ നമുക്ക് കാണുള്ളൂ. അതിനുശേഷം മഹദിയുടെ ഒരു പാണ്ഡിത്യത്തിൻ്റെ ജീവിതമുണ്ട്. തങ്ങളുടെ വഫാത്തിന് ശേഷം പിന്നെ ഇൽമിന് വേണ്ടി മഹദി ഇരുന്നതാണ്, ജനങ്ങൾക്ക് ഇൽമ പറഞ്ഞു കൊടുക്കാൻ. ഹിജാബ് വെച്ചിട്ട് ഹിജാബിന്റെ മറവിൽ നിന്നുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് സ്വഹാബിമാർ മസ്അലകൾ വന്ന് ചോദിച്ചു പഠിക്കുമായിരുന്നു. അങ്ങനത്തെ പണ്ഡിതയാണ് മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഉർവത്ത് ബിൻ സുബൈർ എന്നവരെ, അസ്മാ ബീവിന്റെ മോനാണ്, ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തിന്റെ മകൻ സുബൈർ ഇബ്നുൽ അവ്വാം എന്ന ഹവാരി റസൂലില്ലാഹ്, സുബൈരിൻ തുൽഹത്തിൻ വ അബി ഉബൈദ എന്നൊക്കെ ബുസ്രി ഇമാം പാടിയ സ്വർഗത്തിലേക്ക് പോകുന്ന 10 പേരിൽ തങ്ങൾ പേരെടുത്ത് പറഞ്ഞ ഒരു മഹാനു കൂടിയാണ് അസ്മാ ബീവിയുടെ പുതിയാപ്പിള സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. അവരുടെ മകൻ ഉർവത്ത് ബിൻ സുബൈർ എന്നവര് കാല് മുറിക്കപ്പെട്ട് വലിയൊരു പരീക്ഷണത്തിന് വിധേയനായ താബിഈയാണ്. മഹാനവറുകൾ ആയിഷ ബീവിയോട് പറയുമായിരുന്നു, മാ അജബു മിൻ ഇൽമികി ബികിതാബില്ലാഹി വലാ ബിസുന്നതി റസൂലില്ലാഹ്. ഉമ്മ ആയിഷ ബീവിയെ ഉമ്മ എന്നാ വിളിക്കുക. അവരും അവരുടെ അനുജൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരും റളിയല്ലാഹു ഒരു സ്വഹാബിയാണ്. മദീനയിൽ ആദ്യം പ്രസവിക്കപ്പെട്ട മോനാണത്. ആയിഷ ബീവിയെ തന്നെ ഉമ്മ അബ്ദുല്ല എന്നാ പറയാം, അബ്ദുല്ലാന്റെ ഉമ്മ. ആയിഷ ബീവിക്ക് മക്കളൊന്നുമില്ല. പിന്നെ അബ്ദുല്ലാന്റെ ഉമ്മ എന്ന് പറയുമ്പോൾ ഈ അബ്ദുല്ല ആരാന്നറിയോ? ജ്യേഷ്ഠത്തിന്റെ മോന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. അവരും ഉർവത്ത് ബിൻ സുബൈർ എന്നവരും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹിജ്റിലാണ് നിന്ന് പഠിച്ചതും വളർന്നതൊക്കെ. അതുകൊണ്ട് അവരൊക്കെ ഉമ്മ എന്നാ വിളിക്കുക. ആയിഷ ബീവി പ്രസവിച്ച ഉമ്മയല്ല, എളാമയാണ്, എന്നാലും അങ്ങനെ വിളിക്കുക. യാ ഉമ്മാ മാ അഅജബു മിൻ ഇൽമികി ബികിതാബില്ലാഹി വലാ ബിസുന്നതി റസൂലില്ലാഹ് വലാകിന്നി അഅജബു മിൻ ഇൽമികി ബിത്തിബ്. ആയിഷ ബീവി വിശുദ്ധമായ ഖുർആനും ഹദീസും അത് നിങ്ങൾക്കറിയും, നിങ്ങൾക്കതിൻ്റെ ഇൽമുണ്ട്. ആ ഇൽമിനെ പറ്റിയൊന്നും എനിക്കൊരു അത്ഭുതമല്ല. കാരണം റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയായി ജീവിച്ച മഹദിയാണ്. പക്ഷേ കിതാബും സുന്നത്തൊക്കെ പഠിച്ചതിൻ്റെ പുറമെ നിങ്ങളിപ്പോ മെഡിസിനും മരുന്നും എഴുതി കൊടുക്കുന്നുണ്ടല്ലോ, എപ്പോഴാ ഡോക്ടറായത്? അതെനിക്ക് ഭയങ്കര അത്ഭുതമാണ്. വലാകിന്നി അഅജബു ബിഇൽമികി ബിത്തിബ്. നിങ്ങൾ എവിടെ നിന്നാ MBBS പഠിച്ചതെന്നൊക്കെ ചോദിച്ച പോലെ നിങ്ങൾ എവിടെ നിന്നാണ് ആയിഷ ബീവി മെഡിസിൻ പഠിച്ചത് എന്ന് ചോദിച്ചു ഉർവത്ത് ബിൻ സുബൈർ എന്നവരെ റളിയല്ലാഹു അൻഹു. അത് പഠിച്ചെടുത്തതാണ്. പെൺകുട്ടികളെ പറയും കല്യാണം കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ പറ്റൂല. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ആയിഷ ബീവി പണ്ഡിതയായി മാറിയത്. കല്യാണം കഴിച്ചതിന് ശേഷമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹാഫിളത്തായത്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഹദീസ് പണ്ഡിതയായി മാറിയത്, മുഫസ്സിറത്തായി മാറിയത്, ഫഖീഹത്തായി മാറിയത് ഒക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. അതിനുശേഷമാണ് വലിയ മുദരിസത്തായി സേവനം ചെയ്തത്. ഒക്കെ കല്യാണത്തിന് ശേഷം, തങ്ങളെ വിവാഹം ചെയ്തതിന് ശേഷമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇന്നൊക്കെ കേട്ടുകൊണ്ട് പഠിക്കാൻ തന്നെ ഒരുപാട് അവസരങ്ങളുണ്ട്, കണ്ടുപഠിക്കാൻ അവസരങ്ങളുണ്ട്, വായിച്ചു പഠിക്കാൻ അവസരങ്ങളുണ്ട്, ഒരുപാട് കോഴ്സുകളുണ്ട്, സംവിധാനങ്ങളുണ്ട്. നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാ. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളാണൊരു കുടുംബത്തിന്റെ ആണിക്കല്ല്. വാപ്പമാർ, ആണുങ്ങൾ വീട്ടിലുണ്ടാവുന്ന സമയം കുറവായിരിക്കും. അവര്
ജീവിതത്തിന്റെ തിരക്കിൽ ഓടുന്ന ആളുകളാണ്. അതുകൊണ്ട് മക്കളെ കാണുന്നതും അവരെ പരിചരിക്കേണ്ടതും അവർക്ക് അച്ചടക്കം പഠിപ്പിക്കേണ്ടതും ഉമ്മമാരെ നിങ്ങളുടെ ചുമലിൽ കിടക്കുകയാണ്. അതിനൊക്കെ തന്നെയാണ് നിങ്ങളുടെ കാലിന്റെ താഴെയാണ് സ്വർഗം എന്ന് പുണ്യനബി പറയാൻ കാരണം. നിങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടി ഭയങ്കര ഡ്യൂട്ടിയാണ്. ഉമ്മയുടെ കാലിന്റെ താഴെയാണ് സ്വർഗം. ഒരു പ്രസവം കഴിഞ്ഞാൽ ഒരു പെണ്ണിന് ഇതിലും വലിയൊരു അനുഗ്രഹം ഇനി എന്ത് വേണം? ഒരു പ്രസവിച്ച പെണ്ണിന് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിഞ്ഞാൽ അവിടെ മുതൽ അവർ ഉമ്മയാണ്. ഉമ്മയുടെ കാലിന്റെ ചുവട്ടിൽ സ്വർഗമാണ് എന്ന് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ഉമ്മക്ക് ഇനി ഇതിലും വലിയ ഒരു സർട്ടിഫിക്കേഷൻ ഇനി എന്താ വേണ്ടത്? മാഷാ അല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ ഉറയ്യ. ഉർവ എന്നവരെ സ്നേഹത്തോടെ ആയിഷ ബീവി വിളിച്ചിരുന്ന വാക്കാണ് ഉറയ്യ. ഉർവത്തിനെ ഒന്ന് തസ്ഗീർ ചെയ്യാന്ന് പറയാം. ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യംറദ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, അല്ലാഹുവിന്റെ റസൂൽ രോഗിയായി മാറാറുണ്ട്. നബി തങ്ങൾക്ക് രോഗം വരാറുണ്ട്. വഇന്നൽ വുഫൂദ കാനത് തഫിദു അലൈഹി. അറേബ്യൻ ഉപദ്വീപിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഹബീബിനെ കാണാൻ വേണ്ടി യാത്രാ സംഘങ്ങൾ വരാറുണ്ട്, നിവേദക സംഘങ്ങൾ. ഒരുപാട് ഗോത്രങ്ങളുടെ തലവന്മാർ, നേതാക്കന്മാർ സംഘമായി ഹബീബിനെ കാണാൻ വരാറുണ്ട്. അപ്പൊ ഹബീബിനൊരു പനിയോ എന്തെങ്കിലും അസുഖങ്ങളോ ഉണ്ടെങ്കിൽ നിബിതങ്ങൾക്ക് വേണ്ടി പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കാറുണ്ട് അവരെ. ആ വരുന്നവരിൽ വൈദ്യന്മാരുണ്ടാവും, ഡോക്ടർമാരുണ്ടാവും. അവര് ഈ അസുഖത്തിന് ഇന്നതാണ് മരുന്ന് എന്നവർ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഹബീബിന്റെ അടുത്ത് ഏതെങ്കിലും സ്വഹാബിന്റെ അസുഖമുള്ള ആള് അവർക്കുള്ള മരുന്ന് അവര് പറഞ്ഞു കൊടുക്കും. ഇത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കേൾക്കും. ഭയങ്കര അത്ഭുതം. ഒരൊറ്റ റൂമായിരുന്നു. റൂമിന്റെ നടുവിലങ്ങ് കർട്ടൻ വിരിച്ചാൽ ഒരു സൈഡ് അടുക്കളയായി മാറി, ഒരു സൈഡ് ലിവിംഗ് റൂമാണ്. അപ്പൊ ഇവിടെ നിബിതങ്ങളും സ്വഹാബികളൊക്കെ ഇരിക്കുക. ആ കർട്ടന്റെ മറവിൽ ആയിഷ ബീവി ഇരിക്കുന്നുണ്ടാവും. അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ടാവും, വസ്ത്രം അലക്കുന്നുണ്ടാകും, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും. അങ്ങനെയാണ് ഖൗല ബിൻതു സഅലബ റളിയല്ലാഹു അൻഹ നിബിതങ്ങളോട് ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതഷ്തകി ഇലല്ലാഹ് എന്ന് പറഞ്ഞ് ഹബീബായ നിബിതങ്ങളുടെ മുമ്പിൽ വന്ന് ഒരു പരാതി പറഞ്ഞ ആ ചരിത്രം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഞാൻ കർട്ടന്റെ ഇപ്പുറത്തിരിക്കുന്നുണ്ട്, ഒരു റൂം, ഒരു കൊച്ചു റൂം. ആ റൂമിന്റെ ഇപ്പുറത്ത് വിരിച്ചിട്ട് ഞാൻ ഇപ്പുറത്തിരിക്കുന്നുണ്ട്. നബിതങ്ങളോട് സ്വന്തം ഭർത്താവ് തന്നെ ജാഹിലിയ്യ കാലത്ത് ത്വലാഖ് ചൊല്ലാൻ പറഞ്ഞിരുന്നൊരു വാക്കുണ്ട്, അൻസി അലയ്യ കദഹരി ഉമ്മി. ആ വാക്ക് ചൊല്ലി തന്നെ ത്വലാഖ് ചൊല്ലിയോ എന്ന് പേടിച്ച് അതിന്റെ മസ്അല അറിയാൻ വേണ്ടി നബിതങ്ങളോട് വന്ന് പരാതി പറഞ്ഞ ഖൗല ബീവി റളിയല്ലാഹു അൻഹ നബിതങ്ങളോട് സംസാരിച്ച സംസാരം ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. ആയിഷ ബീവി പറയാ, ഞാൻ അത്രയും മെല്ലെ പറഞ്ഞത്. അത് വളരെ മനോഹരമായൊരു ചരിത്രമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഖൗല ബീവിയെ കാണുമ്പോൾ അവസാന കാലം അവിടെ വഴിയിൽ നിന്നിട്ട് കുറേ നേരം ഖൗല ബീവിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞ് എല്ലാം തീർന്നിട്ടേ ഖൗല ബീവി എണീക്കുള്ളൂ, ഉമർ തങ്ങൾ എണീക്കുള്ളൂ. അപ്പോൾ ഉമർ തങ്ങളുടെ കൂടെയുള്ള ആളുകൾ പറയും, ഉമ്മാ നിങ്ങളൊന്ന് ഖലീഫയെ ഒന്ന് വിട്ടേക്കണം, ഒരുപാട് തിരക്കുള്ള ആളല്ലേ, നിങ്ങളിങ്ങനെ പഴയ കഥയും പറഞ്ഞ് അദ്ദേഹത്തിന്റെ സമയം കളയരുത് എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതദരി മൻ ഹാദിഹി, ആരാണ് ഈ ഉമ്മ, നിനക്കറിയോ? ആരുടെ വർത്തമാനാ ഞാൻ ഈ കേട്ടതെന്നറിയോ? ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ. അല്ലാഹു കേട്ടു എന്ന് റബ്ബ് തആല ആരുടെ വർത്തമാനത്തെ കുറിച്ചാണോ നബി തങ്ങൾക്ക് വഹയായി ഇറക്കിയത്, ആ പെണ്ണാണിത്. തന്റെ ഭർത്താവിനെ കുറിച്ച് പരാതി പറയാൻ, ദുഹാറിന്റെ മസ്അല ഉമ്മത്തിനെ പഠിപ്പിക്കാൻ അവസരമുണ്ടായ ആ സംഭവത്തിന്റെ കാരണക്കാരിയായ ഖൗല ബിൻതു സഅലബ ബീവി റളിയല്ലാഹു അൻഹയാണിത് എന്ന് ഉമർ തങ്ങൾ, അല്ലാഹ് കേട്ട പെണ്ണാണിത്, പിന്നെ ഉമർ കേൾക്കണ്ടേ? അങ്ങനെ കുറെ നേരം അവരുടെ കൂടെ ഉമർ തങ്ങൾ സംസാരം കേട്ടിരിക്കുമായിരുന്നു പ്രായകാലത്ത്. ആയിഷ ബീവി പറയുന്നുണ്ട്, ഞാൻ ഈ കർട്ടന്റെ ബാക്കിലിരുന്ന് എൻ്റെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഖൗല ബീവി നബി തങ്ങളോട് സംസാരിച്ച ഈ കഥ ഞാൻ കേട്ടിട്ടില്ല. അതാണ് 7 ആകാശങ്ങൾക്കപ്പുറത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് അതീതനായ ഉലുവിലും അദമത്തിലുമുള്ള അല്ലാഹു ജല്ല ജലാലു റബ്ബ് തആല അലിയായ അല്ലാഹു അത് കേട്ടു. മിൻ ഫൗഖി 7 സമാവാത്ത്,
അങ്ങനെ ആയത്തിറങ്ങി ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതഷ്തകീ ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ. നിങ്ങളുടെ സംഭാഷണം അല്ലാഹു കേട്ടു നബിയേ എന്ന് സൂറത്തുൽ മുജാദല ഇറങ്ങാൻ കാരണമായ സംഭവം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു. ഞാൻ അപ്പുറന്ന് കേട്ടിട്ടില്ല, അല്ലാഹു ഇത് കേട്ടു. അതാണ് നമ്മൾ ദ്വാരക്കുമ്പോഴേ നമ്മുടെ റൂമിനുള്ളൊന്നും എല്ലാം പറഞ്ഞാലും അല്ലാഹു ഇത് കേൾക്കും. ഇപ്പുറത്തെ റൂമിൽ തൊട്ടടുത്തിരിക്കുന്ന ആളത് കേട്ടിട്ടില്ലായിരിക്കാം, അവിടെ ഉറങ്ങുന്ന ആൾ കേട്ടിട്ടില്ലായിരിക്കാം, അടുക്കളയിലുള്ള ആൾ കേട്ടിട്ടില്ലായിരിക്കാം. നിങ്ങളുടെ മനസ്സിനെ കേൾക്കാൻ അല്ലാഹുവിന് കഴിയും എന്നതിൻ്റെ വലിയൊരു തെളിവാണ്, അടയാളമാണ് ഹൗല ബീവിയുടെ ഈ സംഭവത്തിൽ ആയത്തിറങ്ങിയത്. ഞാൻ കേട്ടിട്ടില്ല അപ്പുറത്തിരുന്നിട്ട്, പക്ഷെ അത് ആയത്തിറങ്ങിയപ്പോഴാണ് ഇതായിരുന്നു അവർ സംസാരിച്ചിരുന്നത് എന്ന വിഷയം ഞാൻ പോലും അറിയുന്നത് എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അപ്പോൾ യാത്രാ സംഘങ്ങൾ വരുന്ന കാലമാണ്, നിവേദക സംഘങ്ങൾ ഹബീബായ നബിയെ കാണാൻ വരുന്ന കാലമാണത്. കാനത്ത് ഇന്നൽ വുഫൂദ കാനത്ത് തഫിദു അലൈഹി വതൻഅതു ലഹു നുഊദ്. നബി തങ്ങൾക്ക് അസുഖം വരുമ്പോൾ അവർ പല മരുന്നും പറഞ്ഞു കൊടുക്കും. ഫഅഹ്ഫദു ദാലിക് മിമ്മാ കാന യുഖാലു വയൂസഫു ലിറസൂലില്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലിന് അവർ പറഞ്ഞു കൊടുക്കുന്ന മരുന്നുകൾ ഞാൻ അങ്ങനെ കേട്ടു പഠിക്കാറുണ്ട് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഹബീബായ നബി തങ്ങളുടെ തന്നെ മരുന്നുണ്ട്, തിബ്ബുൻ നബവി, ദ പ്രൊഫറ്റിക് മെഡിസിൻ. തിബ്ബുൻ നബവി എന്ന് പറഞ്ഞ കിതാബിനുണ്ട്. ഹബീബായ നബി തങ്ങൾ അസുഖങ്ങൾക്ക് മരുന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത പച്ചമരുന്നുകൾ, ഹബീബായ നബി തങ്ങളുടെ പ്രിസ്ക്രിപ്ഷൻസ്, അതൊക്കെ ഒന്ന് ലോകത്ത് വളരെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പുണ്യനബിയുടെ തിബ്ബുൻ നബവി, ദ പ്രൊഫറ്റിക് മെഡിസിൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പണ്ഡിതയായി മാറിയിട്ടുണ്ട്. പണ്ഡിതയാണ്, ഒരു ഉമ്മത്തിന് മുഴുവനും സംസ്കാരം പഠിപ്പിച്ച മഹദിയാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഏറ്റവും വലിയ ദാനധർമ്മിഷ്ഠയായിരുന്ന മഹദി റളിയല്ലാഹു അൻഹ. 1,00,000 ദിർഹം സ്വർണ്ണ നാണയം, വെള്ളി നാണയങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടുമുറ്റത്ത് മുആവിയ തങ്ങൾ കൊടുത്തയച്ചപ്പോ വൈകുന്നേരമാകുമ്പോഴേക്കും ആ 1,00,000 നാണയങ്ങൾ പാവപ്പെട്ടവർക്ക് ബീവി കൊടുത്തു തീർത്തിട്ടുണ്ടായിരുന്നു. അന്ന് ബീവിക്ക് സുന്നത്ത് നോമ്പാണ്. അപ്പൊ ബീവി അവിടുത്തെ വേലക്കാരിയോട് ചോദിച്ചു, ഇഫ്താറിന് എന്താ ഉള്ളത്, നോമ്പ് തുറക്കാൻ എന്താണുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഉമ്മ വീട്ടിലൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ പെണ്ണ് ചോദിച്ചു, അല്ല ഉമ്മ, 1 ദിർഹം, ഈ 1,00,000-ൽ 1 നിങ്ങൾക്ക് ഭക്ഷണത്തിനെടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇറച്ചി കഷ്ണമെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരുമായിരുന്നല്ലോ. ബി പറഞ്ഞു, ഞാനത് കൊടുത്തു കഴിഞ്ഞു, വലാ തുഅന്നിചീനി, ഇനി എന്നെ കുറ്റം പറയല്ലേ, ഞാൻ കൊടുത്തു കഴിഞ്ഞു. നോക്കണം, നമ്മളൊക്കെ അവനവൻ്റെ വീട്ടിലത്തെ ചെലവും അവനവൻ്റെ കടം വീട്ടിയിട്ട് ബാക്കിയല്ലേ കൊടുക്കുള്ളൂ. അവനവൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് മിനിമം അത്രയെങ്കിലും ആവശ്യങ്ങൾ എനിക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഇത് കഴിച്ചിട്ടല്ലേ നമ്മൾ കൊടുക്കുള്ളൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നോമ്പ് തുറക്കാനുള്ള ആ ഭക്ഷണം പോലും മറന്നിട്ട് ആ കൊണ്ടുവന്നത് മുഴുവനും ദാനം ചെയ്തു. അങ്ങനത്തെ മഹദിയാണ് നമ്മൾ ഈ പറയുന്ന ആയിഷ ബീവി എന്ന് പറയുന്ന മഹദി റളിയല്ലാഹു അൻഹ. ഭയങ്കര സ്വതക്കയാണ്, സ്വതക്ക അങ്ങനെ കൊടുക്കും, കിട്ടുന്നത് മുഴുവൻ കൊടുക്കും. നബിതങ്ങളുടെ ഭാര്യമാർ ഹബീബിന്റെ സൗജാത്തുകളായതിന്റെ പേരിൽ അന്നത്തെ ഭരണാധികാരികൾ ഉമ്മഹാത്തുൽ മുഅ്മിനീന് മാത്രം പ്രത്യേകമായ ഫണ്ട് അവർ ഖജനാവിൽ നിന്ന് കൊടുത്തയക്കുമായിരുന്നു. അത് അവരുടെ ചെലവിനുള്ളതാണ്. നബിതങ്ങളുടെ ഭാര്യമാർ ആരോടും കൈനീട്ടരുത്, അവർക്ക് വിഷമുണ്ടാവരുത്, അവർ ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടാവരുത്. കാരണം അള്ളാഹുവിന്റെ നിയമമാണ് ഹബീബിന്റെ ഭാര്യമാരെ മറ്റൊരാളും ഹബീബിന് ശേഷം വിവാഹം ചെയ്യാൻ പാടില്ല എന്ന്. അതുകൊണ്ട് ഹബീബിന്റെ വഫാത്തിന് ശേഷം അവരങ്ങനെയാണ്, ഒറ്റക്കാണ് ജീവിക്കുന്നത്. അവരുടെ ജീവിതത്തിന്റെ ചെലവുകൾ ഖുലഫാഉകൾ കൊടുത്തയക്കുന്ന ഇതുപോലെയുള്ള ഹദിയകളും ദാനങ്ങളുമായിരുന്നു. ആ കിട്ടുന്നതിൽ നിന്ന് മുഴുവൻ അങ്ങനെ വാരിക്കോരി സ്വതക്ക ചെയ്ത മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിക്ക് ഒരു വീടുണ്ടായിരുന്നു മദീനയിൽ. ആ വീട് ആരും അറിയാതെ ആയിഷ ബീവി ആ വീട് വിറ്റു. ആ വിറ്റ കാശ് മുഴുവൻ സ്വതക്കയും ചെയ്തു പാവപ്പെട്ടവർക്ക്. അത് അബ്ദുല്ലാഹിബ്നു സുബൈർ എന്ന ആയിഷ ബീവി പോറ്റി വളർത്തിയ ജ്യേഷ്ഠത്തിയുടെ മകൻ അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവരറിഞ്ഞപ്പോ അദ്ദേഹം ഒന്ന് ദേഷ്യത്തിൽ പറഞ്ഞു, എന്ത് പരിപാടി, ഒരു വീട് നിങ്ങളുടെ വരുമാനമായി ഉണ്ടായിരുന്ന വീടല്ലേ ഉമ്മ, അത് ഞങ്ങളോട് ആരോടും പറയാതെ നിങ്ങൾ വിറ്റും ചെയ്തു, വിറ്റ കാശ് മുഴുവൻ സ്വതക്കം ചെയ്തു. ഇങ്ങനെ സ്വതക്കം ചെയ്ത് ജീവിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ബാക്കി വെക്കണ്ടേ? അത് പറഞ്ഞതിൽ ആയിഷ ബീവിയും അബ്ദുല്ലാഹി തങ്ങളും തെറ്റിയിട്ടുണ്ട്. കൊല്ലങ്ങളോളം തെറ്റിയിട്ടുണ്ട്. ആയിഷ ബീവി പറഞ്ഞു, എന്നോട് അവനത് പറയാൻ പാടില്ലായിരുന്നു, എന്നോടങ്ങനെ. ആയിഷ ബീവി ചീത്ത പറഞ്ഞതല്ല,
ബീവിയുടെ ഈ ദാനധർമ്മശീലം പരിധി വിട്ടുപോയപ്പോ പറഞ്ഞു പോയതാണ്. ഇങ്ങനെ എല്ലാം കൊടുത്ത് വിറ്റ് തീർക്കുകയാണോ? അലാശി പറഞ്ഞു, ഇത് എന്റേതല്ലേ, അള്ളാന്റെ മാർഗത്തിലല്ലേ ഞാൻ കൊടുക്കുന്നത്. ഞാൻ ചെയ്യുന്ന ദാനത്തെ എന്തിനെന്റെ മകൻ ജ്യേഷ്ഠത്തിയുടെ മോൻ എന്തിനെന്നോട് അതിനെ സംബന്ധിച്ച് പിറുപിറുക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പ്രേമിണ്ടാതെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആ തെറ്റ് തീർന്നത് വേറെ ചരിത്രമാണ്. നമ്മൾ വേറെ വാതിൽ പറഞ്ഞിട്ടുണ്ട്. അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെയായിരുന്നു. മാഷാ അല്ലാഹ്, അത്രയും വലിയ ദാനശീലയായ മഹദിയാണ്. അവർ ചെയ്ത ദാനങ്ങളിൽ ഏറ്റവും വലിയ ദാനമാണ് സ്വന്തം ഖബറിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന സ്ഥലം റളിയല്ലാഹു അൻഹുവിന് കൊടുത്തത്. റൗള ഷരീഫ് എന്ന് നമ്മൾ പറയുന്ന അൽ ഹുജ്റത്തു ഷരീഫ, ശരിക്കും അതിന്റെ പേരതാണ് അൽ ഹുജ്റത്തു ഷരീഫ. പരിശുദ്ധമായ റൂം, പരിശുദ്ധമായ മുറി, പരിശുദ്ധമായ റൗള എന്ന് പറയുന്നത് ആ റൂമിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലമാണ്. മാ ബൈന ബൈതി വ മിമ്പരി റൗളത്തും മിൻ റിയാദുൽ ജന്ന. അത് നബി തങ്ങളുടെ ഖബറാണിപ്പോ. ആ വീട് ആയിഷ ബീവിയുടെ വീടല്ലേ. തങ്ങളെ വഫാത്തായപ്പോൾ തങ്ങൾ അവിടെ മറവ് ചെയ്തു. കാരണം പ്രവാചകന്മാർക്കൊരു നിയമമുണ്ട്, അവരെവിടെയാണോ വഫാത്താകുന്നത് അവിടെയാണ് ഖബർ കുഴിക്കേണ്ടത്. എവിടെയാണോ വഫാത്താകുന്നത് മയ്യത്ത് കുളിപ്പിക്കാൻ ഇപ്പുറത്തേക്ക് മാറ്റിവെക്കാം. പക്ഷേ ഖബർ അവരെവിടെ കിടന്ന് മരിച്ചുവോ, അത് വീടാണെങ്കിൽ വീട്, അത് പള്ളിയാണെങ്കിൽ പള്ളി, അത് ഖബർസ്ഥാന, അത് സാധാരണ മണ്ണാണെങ്കിൽ അത് എവിടെയാണോ അവിടെ ഖബർ കുഴിക്കണം. അങ്ങനെയാണ് വഖദാലി. അതുകൊണ്ടാണ് നബി തങ്ങളുടെ ഖബർ അവിടെ വരാൻ കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം.